ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയൊരു മീൻകറി ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങ അരച്ച മീൻകറി. ഞാൻ പല രീതിയിലും മീൻകറി വെക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഈ രീതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഉണ്ടാക്കാനും അത്ര പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് കണ്ടാലോ. തേങ്ങയിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം കേട്ടോ. ആദ്യം തന്നെ ഇത് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് പിന്നെ കറി ഉണ്ടാക്കാമല്ലോ. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചു. ഇതാണ് നമ്മളിപ്പോൾ അരച്ചെടുത്ത അരപ്പിട്ടോ. തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ശേരി മീനാണ്. കറിക്ക് പാകത്തിനുള്ള സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉലുവ ഇടാം കേട്ടോ. ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ മീൻ കറിയിൽ ചെറിയുള്ളിയാണ് ചേർക്കാറ്, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പക്ഷേ ഇന്ന് എനിക്ക് അത്ര അധികം ചെറിയുള്ളി എടുക്കാനില്ലാത്തതുകൊണ്ടാണ് 2 കുഞ്ഞ് സവാള എടുക്കാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ സവാള ചേർത്തെന്ന് കരുതി ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം വരില്ല കേട്ടോ. എന്നാലും കുറച്ചധികം ടേസ്റ്റ് മീൻകറികൾക്ക് ചെറിയുള്ളിയാന്ന് മാത്രം. സവാള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടോ കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ വെക്കുമ്പോൾ പൊടികളൊക്കെ ആദ്യം ചേർത്ത് വെള്ളം ഒഴിച്ച് മീൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. അത് വേറൊരു രീതിയാണ്. പക്ഷേ ഈ രീതിയിൽ വെക്കുമ്പോൾ കുറച്ച് അധികം ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും ബാക്കി കൂട്ടൊക്കെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടേ ഈ അരപ്പും ബാക്കി കൂട്ടൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് പുളി ഒഴിക്കാം. ഞാൻ ഇപ്പോഴാണ് ഈ വാളംപുളി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കല്യാണത്തിന് മുൻപ് നമ്മുടെ വീട്ടിലൊക്കെ കുടംപുളി ഇട്ട് മാത്രമേ മീൻകറി വെക്കാറുള്ളൂ. ഇവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വാളംപുളിയൊക്കെ ഒഴിച്ച് മീൻകറി വെക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് 2 രീതിയിലും വെക്കാറുണ്ട്. കുടംപുളിയും വാളംപുളിയും ഒഴിച്ച് വെക്കാറുണ്ട്. രണ്ടിനും 2 രീതിയിലുള്ള ടേസ്റ്റാണ്. രണ്ടും എനിക്കിഷ്ടം കേട്ടോ. ഇനി നമ്മൾ പുളി ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ മീനൊന്ന് തിളക്കട്ടെ. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിരുന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ കറിയൊക്കെ പെട്ടെന്ന് തിളച്ചു. ഇനി ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണോ നോക്കുക. ഇനി കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ശേരി മീനാണ്. ഈ മീൻ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഫ്രൈ ചെയ്യാനും കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ശേരി ബിരിയാണി കാണാറുണ്ട്. അത് ഇതുവരെയും കഴിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രൈയും കറിയൊക്കെയാണ് വെക്കാറ്. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. മീനോട് ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം പണിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തീ നല്ല സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത്ര നേരം നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇനി നമുക്ക് നല്ല സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ കറി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാകത്തിന് ചാറ് വരുന്ന രീതിയിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കാൻ. ഞാൻ ഇത്രയും ചാറ് വേണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഉപ്പൊന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് എപ്പോഴും ഉപ്പ് ഡൗട്ടാണ് കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ. ഇനി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് ഉലുവാപ്പൊടി ഇടണം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. എന്നാലും മേമ്പൊടിക്ക് എന്ന പോലെ മീൻ കറിക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി ഇട്ടാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഉലുവാപ്പൊടിയും ചേർത്ത് ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോളൂ. നമ്മുടെ ഇവിടെ കറിവേപ്പിലൊന്നും അത്ര ലാവിഷായിട്ട് എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനേ ചോറും മീൻ കറിയും പിന്നെ ഞാനിവിടെ മുളപ്പിച്ചെടുത്ത് നല്ല പയറല തോരണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.